ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾക്ക് നല്ല കണ്ണൂർ സ്പെഷ്യൽ ബീഫ് ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓവർ മസാലക്കൂട്ടൊന്നുമില്ലാത്ത നല്ലൊരു അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിൽ നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ക്ലീനാക്കി വെച്ച ബീഫ് കുക്കറിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂണ് ബീഫ് മസാല ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് കുക്കറൊന്ന് അടച്ച് വെക്കാം. ഇനി ഒരു വിസിൽ അടിക്കുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇനി നമുക്ക് ദമ്മ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാനുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 ചെറിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ കുക്കർ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 6 വിസിൽ അടിക്കുന്നത് വരെ ലോ ഫ്ലെയിമിലാക്കി വെക്കാം. ഇനി നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ ഉള്ളി നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്ക കറാമ്പ് പട്ട ചേർത്ത് ഒരു 6 വലിയ സവാള കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ നെയ്യും ചേർത്ത് പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക. അത് ചൂടായി വന്നതിന് ശേഷം ഏലക്കായും പട്ടയും കറാമ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ചെറിയ രീതിയിൽ കട്ട് ചെയ്ത ഉള്ളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു കപ്പരിക്ക് 1.5 കപ്പ് എന്നുള്ള അളവിലാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമുക്ക് അരി ഒഴിച്ചു കൊടുക്കുക. ജീരകശാല റൈസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനെ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് ഉള്ളി ഒന്ന് നോക്കാം. ഉള്ളി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വലിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളി കൂടി നന്നായിട്ട് തന്നെ വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മളെ ചോറിലെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 15 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ടാകും. അത് റെഡിയാക്കിയാൽ നമുക്കതങ്ങ് മാറ്റി വെക്കാം. ഇനി നന്നായിട്ട് തന്നെ വെന്ത് വന്ന തക്കാളിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1/4 സ്പൂണ് ഗരം മസാല 1/4 സ്പൂണ് മുളക് പൊടി ഇതൊക്കെ നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വെറ്റി വരണം. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് വെറ്റി വരട്ടെ. നന്നായിട്ട് തിളച്ച് വന്നാൽ ഇതിലേക്ക് നമുക്ക് കുറച്ചധികം തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില ചെറുതായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ നിറയെ നമുക്കിതിലേക്ക് തൈര് കൂടി ചേർത്ത് കൊടുക്കുക. പൊടി കുറഞ്ഞ തൈര് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ബീഫിൽ നന്നായിട്ട് തന്നെ മസാലയും തൈരും എല്ലാം നന്നായിട്ട് പിടിക്കണം. അങ്ങനെ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കിയ ചോറിൽ നിന്ന് നമുക്ക് കുറച്ച് ചോറ് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ഇതിൻ്റെ 4 ഭാഗത്തും ആക്കി കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ബീഫിൻ്റെ മസാല ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ മസാല മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച ചോറും കൂടി ഇതിൻ്റെ മേലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത സവാള കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ചും കൂടി നെയ്യ് കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ദമ്മ് ചെയ്യാൻ വേണ്ടി വെക്കാം. അങ്ങനെ ഇതൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തലശ്ശേരി സ്പെഷ്യൽ ബീഫ് ദം ബിരിയാണി ആണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓവറായിട്ടുള്ള മസാലയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. ബൈ.